ഹായ് ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് പോലും നമ്മൾ വരരുതേന്ന് ആഗ്രഹിക്കുന്ന രോഗമാണ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇതിനെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. എന്താണ് ക്യാൻസർ? അപ്പം ഇത് എന്തുകൊണ്ട് വരുന്നു അതുപോലുള്ള കാര്യങ്ങളല്ല നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരാൾക്ക് എങ്ങനെ ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും? കാരണം ഇത് പലപ്പോഴും ഡിലേ ആയി പോകാറുണ്ട് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ സംഭവിച്ചില്ല, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് രീതി വെച്ചിട്ട് വളരെ ചിലവ് കുറഞ്ഞതും ശരീരം കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് പൂർണ്ണമായിട്ട് ഭേദമാക്കിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത് പലപ്പോഴും തിരിച്ചറിയാൻ ഡിലേ ആവുന്നത് പറഞ്ഞില്ലേ, ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ്. അതെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു അറിവില്ലായ്മയായിരിക്കാം, അല്ലെങ്കിൽ പലപ്പോഴും എന്തോ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറേ ലക്ഷണങ്ങളുണ്ട്, ഇതൊക്കെ കാണാതെ പഠിപ്പിച്ച് വെക്കണമെന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ്. നമുക്ക് ഇതിനെ എങ്ങനെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അതും ഒരു കാണാതെ പഠിക്കാതെ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ള രീതി ഒന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്കിതിനെ പറയാം. ഒന്ന് നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ലക്ഷണങ്ങളും, രണ്ടാമത് നമുക്ക് ശരീരത്തിൽ സ്വയം ഫീൽ ചെയ്യാൻ പറ്റുന്ന ലക്ഷണങ്ങളും. കാണാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് ചെറിയൊരു തടിപ്പ്, അല്ലെങ്കിൽ മുഴകളോ, അല്ലെങ്കിൽ മുറിവുകളോ, വ്രണങ്ങളോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിറവ്യത്യാസങ്ങളോ കാര്യങ്ങളായിരിക്കാം. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ എന്തെങ്കിലും സൈസ്, ഷേപ്പ്, കളറ് ഇതിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിലും, അത് പെട്ടെന്ന് തന്നെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കാലത്തനുസരിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലോ ഒക്കെ നമ്മൾ അതിനെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കണം. കൂടാതെ ഇതിലൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ സെക്രീഷൻസ് വരുമ്പോൾ, അതായത് എന്തെങ്കിലുമൊക്കെ ഒലിച്ചു വരുമ്പോഴത്തേക്കും അത് ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ തന്നെ ആയിരിക്കാം, തടുപ്പിലോ ഒക്കെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള സുഷിരങ്ങളിൽ, ഇത് നമ്മുടെ കണ്ണാവാം, മൂക്കാവാം, വായയാവാം, ചെവിയാവാം, മലദ്വാരമാവാം, ഇവിടുന്ന് ഏതെങ്കിലുമൊക്കെ സെക്രീഷൻസ് വരുമ്പോൾ, സെക്രീഷൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏതൊക്കെയാണ്? ബ്ലഡ് പോലെ ഇങ്ങനെ ചുവപ്പ് കളറിൽ വരിക, അല്ലെങ്കിൽ പഴുപ്പ് പോലെ മഞ്ഞ നിറത്തിലോ കാര്യങ്ങളോ വരിക, വെള്ള നിറത്തിൽ ഏതെങ്കിലുമൊക്കെ സെക്രീഷൻസ് വരിക, വെള്ളം പോലെ വരിക, അങ്ങനെ എന്തും വരുമ്പോൾ അത് പുതുതായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതും ഇവാലുവേറ്റ് ചെയ്യണം. ഇനി നമുക്ക് സ്വയം ശരീരത്തെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ലക്ഷണങ്ങളാണ്. ഫീൽ ചെയ്യാൻ പറ്റുന്ന ലക്ഷണം എന്ന് പറയുമ്പോൾ ചെറുതിൽ തുടങ്ങി വലുതിലോട്ട് നമുക്ക് പറഞ്ഞു തരാം. ചെറുതെന്തായിരിക്കും? നമുക്ക് ഒരു ശരീരത്തിൽ എന്ത് വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാലും വരുന്നത് എന്താണ്? നമുക്ക് ക്ഷീണമായിരിക്കും വരിക. ഇത് തന്നെയാണ് അവിടെയും വരിക, ക്ഷീണം, തളർച്ച. അപ്പോൾ കഴിക്കാനൊന്നും തോന്നത്തില്ല, ഇപ്പോൾ ദാഹം തോന്നത്തില്ല. ഇതൊക്കെ കാരണം എന്ത് പറ്റും? നമുക്ക് വെയിറ്റ് കുറഞ്ഞു പോകും. വെയിറ്റ് കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ ഒരു മാസം തന്നെ നമുക്കൊരു 5 കിലോ ഒക്കെ പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി പോകും. ഇനി നമുക്ക് വേദനകളും തരിപ്പും കടച്ചിലും ഒക്കെയാണ്. അതൊക്കെ ഈ നേരത്തെ പറഞ്ഞ തടിപ്പിലോ മുഴകളിലോ ഒക്കെ ഉണ്ടാകുന്ന പുതുതായിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗത്ത് ജോയിൻസിലോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെയോ ഇതുപോലെ തന്നെ വേദനകളോ തരിപ്പോ കടച്ചിലോ ഒക്കെ വരുന്നതുമായിരിക്കാം. ഇതൊന്നും അല്ലാതെ തലവേദന, വയറുവേദന ഇതുപോലുള്ള വേദനകളും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കാണും. ശരീരത്തിൽ ഒരു എക്സ്ട്രാ ഗ്രോത്ത് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്രതിരോധ ശക്തിയിലൊക്കെ ഭയങ്കരമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിരന്തരമായിട്ടുള്ള പനിയും, അല്ലെങ്കിൽ ജലദോഷം, കഫക്കെട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഞരമ്പ് സംബന്ധിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എബിലിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസമുണ്ട്, സ്കിൽസിലോ അല്ലെങ്കിൽ കേൾവി, സംസാരം, അല്ലെങ്കിൽ ബാലൻസ് അങ്ങനെയൊക്കെ വന്നിട്ട് തലകറക്കം പോലെ, ഇതുമല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അബ്നോർമലായിട്ട് ടച്ച് ഫീൽ ചെയ്യുന്ന പോലെയോ, അല്ലെങ്കിൽ ടച്ച് ഫീൽ ചെയ്യാത്ത പോലെയോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പുകച്ചിലോ ഇങ്ങനെ തരിപ്പോ കടച്ചിലോ, അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ലക്ഷണങ്ങളൊക്കെ വരും. ഇനി ഈ പറഞ്ഞതൊക്കെ ക്യാൻസറിൻ്റെ മാത്രം ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുള്ളതാണ് ഉത്തരം. കാരണം ഒരു രോഗലക്ഷണത്തിന് തന്നെ ഒരുപാട് രോഗങ്ങൾ കാരണം ഇങ്ങനെ ഉണ്ടാവാം. അപ്പം നമുക്ക് ഒരു ലക്ഷണം കണ്ട ഉടനെ പേടിക്കേണ്ട കാര്യമില്ല. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതിൽ 2ഓ അതിലധികമോ ലക്ഷണങ്ങൾ വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഡോക്ടറിനെ കാണിച്ചു കളയാന്നുള്ളതിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാതെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലെ തന്നെ ലക്ഷണം ശ്രദ്ധിക്കാതെ ഇരുന്ന് വൈകിക്കുന്ന ശ്രദ്ധിപ്പിക്കേണ്ട ആൾക്കാർക്ക് ഇതൊന്ന് അയച്ചു കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശത്രുക്കൾക്ക് നമ്മളിത് വരാൻ ആഗ്രഹിക്കാത്തതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് കൂടെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഈ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നോടം വരെ ബൈ.